ന്യൂ ജനറേഷൻ വേറൊരു ആംഗിൾ തിങ്ക് ചെയ്യുന്നത് ഈ ഫാമിലി എന്നെ പിടിച്ചിട്ടതുകൊണ്ടാണ്, എൻ്റെ പഠിത്തം കഴിഞ്ഞപ്പോൾ ഇവിടെ കൊണ്ടാക്കിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ജോലിയെ കിട്ടി സക്സസ്ഫുള്ളായിട്ട് ഓൺട്രപ്രണറായിട്ട് പോയിക്കൊണ്ടേനെ. ഇപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നായി. ഇതാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഡിലേ ചെയ്യിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഈ 10 വർഷം കൊണ്ട് ആ ഫാമിലിയുടെ ആ ബിസിനസ്സിൻ്റെ അതിൻ്റെ ഒരു തിളക്കം നഷ്ടപ്പെട്ടു. കാരണം ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഒത്തിരി ഡെവലപ്പ് ചെയ്തു. ഇൻറ്റേർണൽ പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ എക്സ്റ്റേണലി എംപ്ലോയീസിനെ, സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ, കസ്റ്റമേഴ്സിനെ ഇതെല്ലാം പയ്യെ അഫക്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അവരത് വിട്ടുകൊടുക്കുന്നില്ല എന്നും വിട്ടുകൊടുക്കേണ്ട ആൾക്കാർ അവന് എലിജിബിൾ അല്ല എന്നും പറഞ്ഞിങ്ങനെ സമയങ്ങൾ നീട്ടി വിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഇൻസഫിഷ്യൻ്റ് എക്സ്പോഷർ കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല, ലാക്ക് ഓഫ് സീരിയസ്, ഞാൻ ആദ്യം പറഞ്ഞു ലാക്ക് ഓഫ് സീരിയസ്, ഇങ്ങനെയുള്ള കാരണങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോവുകയാണ്. പക്ഷേ എന്തായാലും ഈ ഒരു സയൻറ്റിഫിക് വശങ്ങളിലൂടെ കണ്ടുപിടിച്ച് ഈ ഒരു തിങ്കിങ് മാറ്റി അത് തീരുമാനം എടുക്കുന്നതിന് ഒരേ ദിവസം വൈകുന്തോറും നമുക്ക് ഓരോരോ ചലഞ്ചസ് പുതുതായിട്ട് കയറി വരും എന്ന് വിചാരിച്ച് ഒരു റിട്ടയർമെൻറ്റ് എന്നുള്ള രീതിയിൽ കാണാണ്ട് ആ റിട്ടയർമെൻറ്റ് എന്നുള്ള വാക്കേ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ അത് റോൾ ചേഞ്ചാണ്, വേറൊരു റോളിൽ ഇരുന്ന് ആക്ട് ചെയ്യുകയാണ്. അങ്ങനെ ഇഷ്ടംപോലെ സക്സസ്ഫുൾ ഫാമിലീസ് ആക്ട് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ സ്പീച്ച് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സക്സഷൻ പ്ലാനിങ് റൈറ്റ് ടൈമിൽ തന്നെ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമല്ല, ഇംപ്ലിമെൻറ്റ് ചെയ്തേ മതിയാകൂ. കാരണം ഇത് ബിസിനസ്സിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അടുത്ത ജനറേഷനിലെ തിങ്കിങ് നമ്മൾ ദിവസങ്ങളിലേക്ക് മാറ്റി വയ്ക്കാണ്ടിരിക്കുക, ആക്ട് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ ഒരു നട്ട്ഷെൽ.